അതുവരെ അവളെ ഇവിടെ സംരക്ഷിച്ച് നിർത്തണം. പിന്നെ സുരക്ഷിതമായ ഒരിടത്ത് മാറ്റണം. നാളെ മുതൽ ജോലിക്ക് ശ്രമിക്കണം. ഇതൊക്കെയുള്ളൂ ഇപ്പം മനസ്സിൽ. നന്നായി. അവസാനം എന്നെപ്പോലെ നീയും കുടുംബത്തിന് പുറത്തായി അല്ലേ ധന? അതും ഒരു തെറ്റും ചെയ്യാതെ. ചരിത്രം ആവർത്തിക്കുകയാണ്. ഓർമ്മയിൽ കണ്ണു നിറഞ്ഞപ്പോൾ ധനൻ അവരുടെ കവിളിൽ അമർത്തി ഉമ്മ വെച്ചു. കള്ളത്തെമ്മാടി. അവർ ചിരിച്ചുകൊണ്ട് അവൻ്റെ കവിളിൽ പിടിച്ചു വലിച്ചു. രണ്ടുപേരും എഴുന്നേറ്റ് വരുമ്പോൾ ഗൗരി കോലായിലിരിക്കുകയായിരുന്നു. കൃഷ്ണ, ഇതാരാണെന്ന് പിടികിട്ടിയോ തനിക്ക്? അവൾ ഇല്ലെന്ന് തലയാട്ടി. ഇതാണ് അമ്മുക്കുട്ടി, അതായത് അംബികയപ്പച്ചി, മേലടത്തെ മൂത്തപുത്രി. ഇഷ്ടപ്പെട്ടയാൾക്കൊപ്പം ഇറങ്ങിപ്പോയെന്നും പറഞ്ഞ് മേലടത്തു നിന്ന് പടിയടച്ച് പിണ്ടം വച്ച അതേ ആൾ തന്നെയാ. ഗൗരി അമ്പരപ്പോടെ അവരെ നോക്കി. പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ, ഇതുവരെ കണ്ടിട്ടില്ല. ആളൊരു ടീച്ചറാണെന്നും കേട്ടിട്ടുണ്ട്. പണ്ടും ഇങ്ങനെയായിരുന്നു മോളെ. ചെയ്യാത്ത തെറ്റിന് ഞാൻ തറവാടിൻ്റെ പുറത്തായത്. അംബിക കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഗൗരി അവരെ നോക്കി. ധനൻ ഒന്നും മിണ്ടാതെ തൂണിൽ ചാരിയിരുന്ന് അവരെ നോക്കിയിരിക്കുന്നുണ്ട്. പഠിച്ചിറങ്ങി ആദ്യമായി ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ ഒരുപാട് വിവാഹാലോചനകൾ വന്നു തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് മോളുടെ അച്ഛൻ്റെ ആലോചന എനിക്ക് വന്നത്. ഗൗരി പകപ്പോടെ അംബികയെ നോക്കി. ഞങ്ങൾക്ക് ഒരേ പ്രായമായിരുന്നു, 25 വയസ്സ്. എൻ്റെ കോലം കണ്ടപ്പോൾ കുട്ടി വിചാരിച്ചോ എനിക്ക് ഒരുപാട് പ്രായമായെന്ന്? ഗൗരി തലയാട്ടി. നരകേറിയത് മുടിയിഴകൾക്ക് മാത്രമല്ല, മനസ്സിനും കൂടിയായിരുന്നു. പക്ഷേ ആ ആലോചന വിവാഹം വരെ എത്തി. കല്യാണത്തിൻ്റെ തലേദിവസം മോളുടെ അമ്മ, അതായത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി കാർത്തിക എന്ന കാർത്തു, അവൾക്കൊപ്പം അമ്പലത്തിൽ തൊഴാൻ പോയതായിരുന്നു ഞാൻ. ആരോ എൻ്റെ മൂക്കും വായും പൊത്തിപ്പിടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കണ്ണു തുറക്കുമ്പോൾ ഏതോ ഒരു വീട്ടിലായിരുന്നു. 4-5 ആണുങ്ങൾ ഒരുമിച്ചിരുന്ന് കള്ളു കുടിക്കുന്നുണ്ടായിരുന്നു അവിടെ. പകച്ചിരുന്നു പോയി. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ. ഞാൻ അറിഞ്ഞില്ല. നേരം പുലർന്നുവെന്നും കല്യാണപ്പെണ്ണ് ഒളിച്ചോടിയെന്ന് നാട് മുഴുവൻ പാട്ടായതും ഒന്നും. ഉച്ചയോടെ അവരെന്നെ അഴിച്ചുവിട്ടു. എങ്ങനെയൊക്കെയോ തറവാട്ടിലെത്തിയപ്പോൾ കണ്ടത് വിവാഹവേഷത്തിൽ നിൽക്കുന്ന മോളുടെ അച്ഛനെയും അമ്മയുമായിരുന്നു. കല്യാണപ്പെണ്ണ് ഒളിച്ചോടിയപ്പോൾ അടുത്ത ബന്ധുവായ കാർത്തുവിനെ വിവാഹം കഴിച്ചതാണെന്ന്. ഗൗരി ആകെ തറഞ്ഞിരിക്കുകയായിരുന്നു. ആരും എന്നെ കേട്ടില്ല. എൻ്റെ ഭാഗത്തെ ശരി ഓർത്തില്ല. എനിക്കെന്താ സംഭവിച്ചതെന്ന് ഓർത്തില്ല, അന്വേഷിച്ചില്ല. ഒരു ദാക്ഷിണ്യവുമില്ലാതെ അടിച്ചിറക്കി വിട്ടു, ഒരു തെരുവ് പട്ടിയെ പോലെ. അന്നിറങ്ങിയ തഞ്ഞൻ. ആത്മാഭിമാനം പണയം വെച്ച് അവിടെ നിൽക്കാൻ തോന്നിയില്ല. അമ്മ പിന്നെ എന്താ വിവാഹം കഴിക്കാതിരുന്നത്? മനസ്സ് അത്രമേൽ മുറിവേറ്റു പോയിരുന്നു മോളെ. പിന്നീട് വാശിയായിരുന്നു ഒരു തിരിച്ചുവരവിന് വേണ്ടി. അങ്ങനെ വാശിയോടെ പഠിച്ച് നെറ്റെഴുതി. ആദ്യം കോളേജ് ലെക്ചറായി, അവസാനം പ്രിൻസിപ്പൽ പോസ്റ്റിലിരുന്നപ്പോൾ പെൻഷനുമായി. അങ്ങനെ സമ്പാദിച്ചതാണ് ഈ വീടും പറമ്പും. അംബിക അഭിമാനത്തോടെ പറഞ്ഞപ്പോൾ ഗൗരി അവരെ ബഹുമാനത്തോടെ നോക്കി. ആ കണ്ണുകളിലെ ആത്മവിശ്വാസം മതിയായിരുന്നു ഗൗരിക്ക് അവളുടെ മനസ്സിലുണ്ടായ മുറിവുണങ്ങാൻ. പക്ഷേ ധനേട്ടൻ എങ്ങനെ? ഗൗരി സംശയത്തോടെ ചോദിച്ചു. ഈ കള്ളത്തമ്മാടി എന്നെ തേടി കണ്ടുപിടിച്ചതാ. ഇവൻ PG ചെയ്തത് ഞാൻ പഠിപ്പിച്ച കോളേജിലായിരുന്നു. ഇവൻ്റെ അഡ്മിഷൻ സമയത്ത് ഞാൻ അറിഞ്ഞിരുന്നു എൻ്റെ അനിയൻ്റെ മകനാണെന്ന്. എന്തോ അന്നു മുതൽ വല്ലാത്ത വാത്സല്യം തോന്നിപ്പോയി. ഒടുക്കം ഇവനായി വന്ന് ചോദിച്ചു എൻ്റെ അപ്പച്ചിയല്ലേ എന്ന്. വീട്ടിലെ പഴയ ആൽബത്തിൽ കണ്ടിരുന്നു പോലും എൻ്റെ ഫോട്ടോ. ധനൻ അവരുടെ കവിളിൽ പിടിച്ച് കൊഞ്ചിച്ചു. ഗൗരി പുഞ്ചിരിയോടെ നോക്കി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. എവിടെയെങ്കിലും ടൂറ് പോകുന്നെന്ന് പറഞ്ഞു വരുന്നത് ഇവിടെയാ. 2-3 ദിവസം ഇവിടെ നിൽക്കും. അന്നേരം അപ്പുറത്തുള്ളവരൊക്കെ ചോദിക്കും മകനാണെന്ന്. ഞാനാണെന്ന് പറയും. ദൂരെ നിന്നാ പഠിക്കുന്നത്, വെക്കേഷൻ വരുന്നതാണെന്നൊക്കെ. അന്നേരമാണ് ഞാൻ എല്ലാ വേദനയും മറക്കുന്നത്. ഞാൻ അനാഥയല്ലെന്ന് തോന്നുന്നത്. എനിക്കൊരു മകനുണ്ടെന്ന് കരുതും. കണ്ണുകൾ നിറഞ്ഞപ്പോൾ ഗൗരിക്കും സങ്കടം വന്നു. ഒരുപക്ഷെ താൻ പിറവി കൊള്ളേണ്ടിയിരുന്നത് ഈ ഉദരത്തിലായിരുന്നില്ലേ? അമ്മേ, ഞാൻ അമ്മയുടെ മകളായി ജനിക്കേണ്ടവളായിരുന്നു അല്ലേ? ഞാൻ ഭാഗ്യമില്ലാത്തവളാണ്. ഇനി മുതൽ ഈ മകൻ മാത്രമല്ല, ഞാനും അമ്മയുടെ മകളാണ്. നമ്മളിപ്പോൾ ആരോരും ഇല്ലാത്തവരല്ലേ? ബന്ധുത്വം കൊണ്ട് സമ്പന്നരാണെങ്കിലും അനാഥരായി ജീവിക്കേണ്ടി വരും അല്ലേ? അംബിക അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുണ്ടു ചേർത്തു. അല്ല അമ്മൂട്ടിയെ, ആരായിരിക്കും കല്യാണം മുടക്കാൻ വേണ്ടി അമ്മൂട്ടിയെ തട്ടിക്കൊണ്ടുപോയത്? ധനൻ അത് ചോദിച്ചപ്പോൾ അംബികയുടെ കണ്ണുകളൊന്ന് പിടഞ്ഞു. അവർ നോക്കിയത് തൻ്റെ മാറിൽ തല ചേർത്തിരിക്കുന്ന ഗൗരിയിലേക്കാണ്. ആരായാലും എന്താ കണ്ണ, അവർ ആഗ്രഹിച്ചത് അവർ നേടിയില്ലേ? എനിക്കൊരു പരാതിയുമില്ല. ഞാൻ ഇങ്ങനെ ജീവിച്ചു പോന്നു. ആട്ടെ, ഇനി എന്താ രണ്ടുപേരുടെയും പരിപാടി? അല്ല കുട്ടിയോളെ, നിങ്ങളെങ്ങനെ അവിടെ എത്തി? പിന്നെ എങ്ങനെ സ്റ്റേഷനിലെത്തി? എനിക്കൊന്നും മനസ്സിലായില്ല. തൽക്കാലം അമ്മൂട്ടിയെപ്പോലെ ഞങ്ങളെയും ആരോ കുടിക്കതാണെന്ന് ഓർത്താൽ മതി. ബാക്കിയൊക്കെ വിശദമായി പറയാൻ ഞാൻ.
എന്തായാലും നാളെ ഞാൻ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എൻ്റെ സർട്ടിഫിക്കറ്റ്സ് അവിടെയാണ്. പിന്നെ ഡ്രസ്സും ഇവളുടെ സാധനങ്ങളൊക്കെ നേരത്തെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്. അതുകൂടി എടുത്തിട്ട് വരാം. ഗൗരി ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് വിതുമ്പിപ്പോയി. ഒരുപക്ഷെ ഇതിനൊക്കെ പിന്നിൽ അവൻ്റെ ബുദ്ധിയായിരിക്കുമോ? ആയിരിക്കും. തന്നോടും ധനേട്ടനോടും അവന് തീർത്താൽ തീരാത്ത പകയാണ്. തന്നെ വിവാഹം കഴിക്കാൻ പോലും തയ്യാറായത് അതിനുവേണ്ടിയാണ്. പക്ഷേ ദേവി, അവൾ തന്നെ ശപിക്കില്ലേ? ഓർമ്മ വെച്ച നാളു മുതൽ അവൾ മനസ്സിൽ കൊണ്ടു നടന്ന പുരുഷനല്ലേ ധനേട്ടൻ. ഏട്ടനെ കാണുമ്പോൾ അവളുടെ മുഖത്ത് വിടരുന്ന പുഞ്ചിരിയും നാണവും കണ്ട് എത്രയോ തവണ തനിക്കതായ ചെയ് വന്നിട്ടുണ്ട്. ഒരു വട്ടമെങ്കിലും അവൾ തങ്ങളെ കേട്ടിരുന്നെങ്കിൽ, വിശ്വസിച്ചിരുന്നെങ്കിൽ. താൻ ചീത്തയായിട്ടില്ലെന്ന്, അവളുടെ ധനേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അവൾ എന്തേ വിശ്വസിച്ചില്ല? മെഡിക്കൽ ചെക്കപ്പിന് പോലും താൻ വിധേയയാവുമായിരുന്നില്ലേ? അഗ്നി പരീക്ഷ നടത്താൻ താൻ സീതാദേവിയല്ലല്ലോ. ഇത് ത്രേതായുഗവുമല്ലല്ലോ. സാധ്യതകൾ ഒരുപാടുണ്ടായിരുന്നില്ലേ? എന്നാലും അച്ഛൻ കൂടി തന്നെ അവിശ്വസിച്ചില്ലേ? ആര്യനൊരു തെരുവ് പട്ടിയെപ്പോലെ തല്ലിയിട്ടും അച്ഛൻ കൈകെട്ടി നോക്കി നിന്നില്ലേ? മനഃപൂർവ്വം അവൻ എൻ്റെ മാറിടത്തിൽ പിടിച്ചില്ലേ? അതും വേദനിപ്പിച്ച്. കിട്ടിയ അവസരത്തിൽ അവൻ ചെയ്തതാണ്. പുഴു അരിക്കുന്നത് പോലെയായിരുന്നു ദേഹത്ത്. അവൻ്റെ വിരലുകൾ പലപ്പോഴും അനുവാദമില്ലാതെ ദേഹത്ത് പതിഞ്ഞിട്ടുണ്ട്. പലവട്ടം അവൻ്റെ കർണത്ത് തൻ്റെ കൈ പതിഞ്ഞതാണ്. അച്ഛനോടും അമ്മയോടും ദേവിയോടും എല്ലാവരോടും പറഞ്ഞില്ലേ താൻ അവൻ്റെ സ്വഭാവം ശരിയല്ലെന്ന്, തന്നോടുള്ള അവൻ്റെ പെരുമാറ്റം ശരിയല്ലെന്ന്? ഓർമ്മ വെച്ച നാളു മുതൽ ഗൗരി മറ്റുള്ളവരുടെ അടിമയായിരുന്നു. ആർക്കും തൻ്റെ തീരുമാനങ്ങളോ അഭിപ്രായങ്ങളോ അറിയണ്ട. ആര്യനുമായുള്ള വിവാഹം പോലും തൻ്റെ എതിർപ്പ് മറികടന്നല്ലേ തീരുമാനിച്ചത്. നിശ്ചയത്തിൻ്റെ അന്നവൻ ബലമായി തന്നെ ചുംബിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ചെകിട്ടത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചത്. പക്ഷേ വാശിയോടെ തന്നെ കീഴ്പ്പെടുത്താൻ അവൻ ശ്രമിക്കും മുന്നേ ധനേട്ടൻ തന്നെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വന്നിരുന്നു. ഒരുവിധം അവിടുന്ന് രക്ഷപ്പെടുമ്പോൾ മനസ്സും ശരീരവും തളർന്നിരുന്നു. ഒറ്റയ്ക്ക് ഭയത്തോടെ കരഞ്ഞു തളർന്ന് ഉറങ്ങിയ ദിനങ്ങൾ. പലപ്പോഴും ആര്യൻ രാത്രിയിൽ വാതിലിൽ വന്ന് മുട്ടുമ്പോൾ ശ്വാസം പോലും എടുക്കാനാകാതെ മിണ്ടാതെ ഇരിക്കുമായിരുന്നു. ആരോടും ഒന്നും തുറന്നു പറഞ്ഞില്ല. പറഞ്ഞിട്ടും കാര്യമില്ലായിരുന്നു. ഓർമ്മകളിൽ അവളൊന്ന് ഏങ്ങിയപ്പോൾ അംബികയും ധനനും ഞെട്ടി അവളെ നോക്കി. മോളെ, എന്തു പറ്റി? അംബിക അലിവോട് ചോദിച്ചപ്പോൾ ഗൗരി അവരുടെ മാറിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. ഒരുപക്ഷെ ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ജീവനോട് കാണില്ലായിരുന്നു അമ്മേ. ആര്യനെ പോലെ ഒരുത്തൻ്റെ താലിക്ക് കഴുത്ത് നീട്ടി കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഒരു മുഴം കയറായിരുന്നു. അവൾ ഏങ്ങിക്കൊണ്ട് പറഞ്ഞപ്പോൾ ധനന്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. അംബിക അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. അവനൊരു ചെറ്റയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ദേവിയുമായി അവൻ്റെ കല്യാണം ഒരിക്കലും നടക്കരുത്. എന്നോടുള്ള വാശിപ്പുറത്ത് ദേവി അങ്ങനെ തീരുമാനം എടുത്തെങ്കിലും അവളുടെ ഉള്ളിലുള്ളത് എനിക്കറിയാം. അവനെ പോലൊരു ചെന്നായുടെ കൂട്ടിൽ അവൾ ഒരിക്കലും ജീവിക്കാൻ പാടില്ല. ഈ കല്യാണം ഞാൻ നടത്തില്ല മൂട്ടിയെ, ധനൻ ഉറപ്പോടെ പറഞ്ഞു. കണ്ണ, ഇനി അവരുടെയൊക്കെ കാര്യത്തിൽ എൻ്റെ കുട്ടി ഇടപെടരുത്. നീ പറഞ്ഞാലും നിന്നെ വിശ്വാസമില്ലാത്ത കുട്ടി വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ? വിവാഹം മുടങ്ങി അവരുടെ വിവാഹം നടത്താൻ ഇരു വീട്ടുകാരും ഒരുമിച്ചെടുത്ത തീരുമാനമല്ലേ. നീ ഇനി എന്തൊക്കെ ചെയ്താലും അവരാരും നിന്നെ വിശ്വസിക്കില്ല. ഇതെൻ്റെ വാശിയാണ്. ഞങ്ങളുടെ ജീവിതം ഇല്ലാതാക്കി പെരുവഴിയിലാക്കിയത് അവനാണ്. അങ്ങനെ അവനായി ഒന്നും നേടാൻ ഞാൻ സമ്മതിക്കില്ല. ഇന്ന് ഞാൻ കണ്ടതാ അവൻ്റെ വിശ്വരൂപം. ചെകുത്താനാണവൻ, ധനൻ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. ധനേട്ടാ, ദേവി അവൾ പാവമാണ്. അവനെപ്പോലെ ഒരുത്തൻ ഒരിക്കലും അവളുടെ ഭർത്താവാൻ പാടില്ല. ആയാൽ അവൻ അവളെ കൊല്ലും. അത്രത്തോളം അവൻ എന്നെ കൊല്ലാക്കൊല്ല ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ കണ്ടില്ലേ? അവൾ വിങ്ങിപ്പൊട്ടിയപ്പോൾ അവൻ നോവോടെ അവളെ നോക്കി. മനസ്സിലെന്തോ ധനൻ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. മറുവശത്ത് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു ആര്യൻ. കൈത്തണ്ടയിൽ മരുന്ന് നിറച്ച സിറിഞ്ച് കുത്തിവെച്ച് അവൻ ഉന്മാദത്തോടെ പുലമ്പി. ഗൗരി, നീ എന്നും എൻ്റേതാണ്. നിന്നെ സ്വന്തമാക്കാൻ ഞാനൊരിക്കൽ കെണിയിൽ വന്ന് വീണത് അവനും, ആ ധനൻ. സാരമില്ല, നീ എവിടെ പോയാലും നിന്റെ പിന്നാലെ ഞാൻ ഉണ്ടാകും. അവൻ ബോധം കെട്ട് നിലത്ത് വീഴുമ്പോഴും ഗൗരിയെക്കുറിച്ചായിരുന്നു അവൻ്റെ വാക്കുകൾ മുഴുവൻ. ഉടുത്തുമാറാൻ വസ്ത്രമില്ലാതെ ഗൗരിയാകെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിന് പോകാൻ എടുത്ത സാരി തന്നെയാണ് ഇപ്പോഴും വേഷം. ഒരു ദിവസം കഴിഞ്ഞു. അതേ മുഷിഞ്ഞ വേഷത്തിൽ പുറത്തേക്ക് പോയ ധന്യയും കാണുന്നില്ല. അവൾക്കാകെ വീർപ്പുപൊട്ടൽ തോന്നി. അംബികയെ അപ്പച്ചി കിടക്കുകയാണ്. കാലിലൊക്കെ ആളിന് നീര് വന്നിട്ടുണ്ട്. ഒരുപാട് സമയം ഇരിക്കാനും നടക്കാനും വയ്യ. സന്ധ്യ അടുപ്പിച്ച് ധനൻ തിരിച്ചു വന്നു. കയ്യിൽ കുറേയേറെ കവറുകളുണ്ടായിരുന്നു. വന്നപാടെ അവനെടുത്ത് അവൾക്ക് കൊടുത്തു. കൃഷ്ണ, പാകമാവോന്നറിയില്ല, ഡ്രസ്സുകൾ വാങ്ങിയിട്ടുണ്ട്.
അവിടെ നിന്ന് ഇറങ്ങിപ്പോയ അതേ വേഷത്തിലായിരുന്നല്ലോ നമ്മൾ ഇതുവരെ. പോയി കുളിച്ച് ഫ്രഷായി വാ, ഞാൻ പുറത്തെ കുളിമുറിയിൽ പോയി കുളിച്ചിട്ട് വരാം. ഗൗരിക്ക് ഒരു വേള കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. അവളത് കയ്യിൽ വാങ്ങി റൂമിലേക്ക് പോയി. ആ വീട്ടിലാകെ 3 മുറികളാണ്. ഒറ്റ നിലയിൽ തീർത്ത പഴയൊരു തറവാട്. പണ്ട് അംബികാമ്മ ലോൺ എടുത്ത് വെച്ചതാണ്. 2-3 ടോപ്പുകളും 2 സാരിയും പാൻറ്റുകളും ഒരു കവറിലെ അടിവസ്ത്രങ്ങൾ കണ്ട് അവൾക്കാകെ ചമ്മല് തോന്നി. തൻ്റെ അതേ അളവാണ് അവൻ വാങ്ങിയിട്ടുള്ളത്. ഒരുപക്ഷെ അവിടുത്തെ സെയിൽസ് ഗേൾസ് കൊടുത്തതായിരിക്കും. അവളുടെ ഒരു നെടുവീർപ്പോടെ ഒരു ടോപ്പെടുത്ത് കുടിക്കാനായി കയറി. തലവഴി വെള്ളം കോരി ഒഴിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരുന്നു. എത്ര പെട്ടെന്നാണ് തൻ്റെ ജീവിതം മാറി മറിഞ്ഞത് എന്ന് അവൾ ഓർത്തു. കുളി കഴിഞ്ഞ് വസ്ത്രം മാറി വരുമ്പോൾ അംബികയപ്പച്ചി എഴുന്നേറ്റിട്ടുണ്ട്. അമ്മേ, ചായ തിളപ്പിക്കട്ടെ? ഗൗരി ചോദിച്ചു. ഉമ്മറത്ത് പാല് കൊണ്ടുവച്ചിട്ടുണ്ടോന്ന് നോക്കിയവളെ. അവൾ തലകുലുക്കിക്കൊണ്ട് ഉമ്മറത്തേക്ക് പോയി. ഒരു തൂക്കുപാത്രം ഇരിക്കുന്നത് കണ്ടു. ഇതാവും പാലെന്ന് കരുതി അവൾ അതും എടുത്ത് അകത്തേക്ക് പോയി. ഇതാണോ? അവൾ ഒരു തൂക്കുപാത്രമെടുത്ത് ഉയർത്തിക്കാട്ടി. അതന്നെ. അമ്മ അവിടെ ഇരുന്നോ, ഞാൻ പോയി ചായ ഇടാം. ഗൗരി അടുക്കളയിലേക്ക് പോയി. അംബികയ്ക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. ഇത്രയും കാലം ഒരനാഥയെ പോലെയാണ് താൻ ജീവിച്ചത്. മിണ്ടാനോ പറയാനോ ആരുമില്ലാതെ, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ആളില്ലാതെ. ഗൗരി ആവശ്യമുള്ള പാലെടുത്തിട്ട് ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഗ്യാസ് കത്തിച്ച് വെള്ളം വെച്ച് ആദ്യം തേയിലപ്പൊടിയിട്ട് തിളപ്പിച്ച് വെച്ച് പിന്നെ അതിലേക്ക് പാലൊഴിച്ചു. ടിന്നിലിരുന്ന് അച്ചപ്പവും മുറുക്കും ഒരു പാത്രത്തിൽ തട്ടിയെടുത്തു. കുളി കഴിഞ്ഞ് കാവിമുണ്ട് മാത്രമെടുത്ത് തലതോർത്തിക്കൊണ്ട് ഹാളിലേക്ക് വരികയായിരുന്നു ധനൻ. അടുക്കളയിൽ തട്ടും മുട്ടും കേട്ടപ്പോൾ അവൻ അങ്ങോട്ടേക്ക് പോയി. ഗൗരി ചായ കപ്പുകളിലേക്ക് പകർത്തുകയായിരുന്നു. ആഹാ, അടുക്കളയിൽ കയറിയോ താൻ? അവൻ്റെ സംസാരം കേട്ടപ്പോൾ ഗൗരി തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകളാകെ മിഴിഞ്ഞുപോയി. അവൾ വേഗം തലതിരിച്ച് മുന്നിലേക്ക് നോക്കി നിന്നു. ഇതുവരെയും ഷർട്ടിടാതെ ധനനെ കണ്ടിട്ടില്ല. അവൻ്റെ ഉറച്ച ശരീരം കണ്ട് അവൾക്കാകെ പരവേശം തോന്നിപ്പോയി. അത് അമ്മയ്ക്ക് കാലിൽ നീരല്ലേ, അതുകൊണ്ട് ഞാൻ ചായ ഇട്ടതാ. പിന്നെ ഒരു ഷർട്ട് ഇട്ടൂടെ? കാണുമ്പോൾ തന്നെ എന്തോ പോലെ. അവൾ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞപ്പോൾ ധനൻ പെട്ടെന്ന് അവൻ്റെ ദേഹത്തേക്ക് നോക്കി. വീട്ടിൽ നിൽക്കുന്ന അതേ ശീലത്തോടെ ഇറങ്ങി വന്നതാണ്. അവൾ അവിടെ ഉണ്ടെന്ന് പോലും മറന്നുപോയി. അവനൊന്നും മിണ്ടാതെ റൂമിലേക്ക് പോയി ഒരു ടീഷർട്ട് എടുത്തിട്ടു. അംബിക ഹാളിലെ സോഫയിൽ ഇരിപ്പുണ്ട്. ടി വിയിൽ ഏതോ സീരിയൽ കണ്ടുകൊണ്ടാണ് ഇരിപ്പ്. അവൻ ചായ കൊണ്ടുപോയി ടീപ്പോയിൽ വെച്ചു. ഒപ്പം പലഹാരവും എടുത്തുകൊണ്ട് വന്നു. നല്ല ചായ കേട്ടോ ഗൗരിക്കുട്ടിയെ, അംബിക സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ അവളൊന്ന് പുഞ്ചിരിച്ചു. ധനൻ വന്നപ്പോൾ അവനും അവൾ ചായ കൊടുത്തു. ഇവൾ അത്യാവശ്യം നന്നായി കുക്ക് ചെയ്യാൻ മൂട്ടിയെ. പക്ഷേ ഇവളുടെ അനിയത്തിയുണ്ടല്ലോ, ആ കാന്താരി, ഒരിക്കൽ അവളാ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് കൃഷ്ണ ഉണ്ടാക്കി ഉണ്ണിയപ്പം കൊണ്ടു തന്നെനിക്ക്. ദേവിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ വിടർന്നത് കാണുകെ ഗൗരി വേദനയോടെ അവനെ നോക്കി. അംബിക നെടുവീർപ്പോടെ അവനെ നോക്കി. എന്നാലും എങ്ങനെ തോന്നി ആ കുട്ടിക്ക് നിന്നെ അവിശ്വസിക്കാൻ? അതൊക്കെ പോട്ടെ അമ്മൂട്ടിയെ, കല്യാണം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെങ്കിലോ? ഓരോരുത്തരുടെയും മനസ്സ് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. നമ്മളെ വിശ്വസിക്കുന്നതും വിശ്വസിക്കാത്തതും അവരുടെ ഇഷ്ടമല്ലേ. എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ ഇവളുടെ ഭാവി കൂടി ഇരുട്ടിലായെന്ന് ഓർക്കുമ്പോഴാണ്. 24 വയസ്സ് വരെ ഒരു പേരുദോഷവും വരാത്ത ജീവിച്ചവളാ. നാട്ടുകാർക്ക് മുഴുവൻ എന്തൊരു സ്നേഹമായിരുന്നു എന്നറിയോ അവരുടെയൊക്കെ ഗൗരിയോട്. പക്ഷേ ഇപ്പോൾ അവരുടെയൊക്കെ കണ്ണിൽ അവളൊരു ചീത്തക്കുട്ടിയായി മാറി. അനിയത്തിയുടെ ഭർത്താവാകാൻ പോയവനെ വലവീശി പിടിച്ചവൾ. വിടില്ല അമ്മൂട്ടിയെ, ഞങ്ങളെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ച ഒരുത്തിനെയും വിടില്ല ഞാൻ. അവൻ്റെ കണ്ണുകളിൽ പകയാളി. ഗൗരിയിൽ നിന്ന് അടക്കി പിടിച്ചൊരു തേങ്ങലുണ്ടായി. അംബിക അവളെ ചേർത്ത് പിടിച്ചപ്പോൾ ആ മാറിൽ വീണ് കിടന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. രാത്രിയിൽ കഞ്ഞിയും കാന്താരി ചമ്മന്തിയും പപ്പടവും ഉണക്കിയെടുത്ത മാങ്ങാച്ചാറുമായിരുന്നു. വയറ് നിറഞ്ഞ് അംബിക മരുന്നും കഴിച്ച് പോയി കിടന്നു. ഗൗരി പാത്രമൊക്കെ കഴുകി വെച്ച് അടുക്കളയിലെ ലൈറ്റ് ഓഫ് ചെയ്തു വന്നപ്പോൾ ധനൻ സോഫയിൽ കിടന്ന് ടി വിയിൽ ക്രിക്കറ്റ് കാണുന്നുണ്ട്. അവൾ അവനെയൊന്ന് നോക്കിയിട്ട് പോയി കിടന്നു. ആ രാത്രിയിൽ വർഷങ്ങൾക്ക് ശേഷം ആരിൻ്റെ ശല്യമില്ലാതെ സ്വസ്ഥമായി അവൾ കിടന്നു. അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഇന്നലെ ഈ സമയം താനും ധനേട്ടനും പോലീസ് സ്റ്റേഷനിലായിരുന്നു. പോലീസുകാരുടെ വൃത്തികെട്ട വർത്തമാനവും ചുഴിഞ്ഞു നോട്ടവും കണ്ട് ഒരു മൂലയിൽ വിതുമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു ആര്യൻ. ഓർമ്മ വെച്ച നാളു മുതൽ ഒരു നിഴല് പോലെ തൻ്റെ പിന്നാലെയുണ്ടവൻ. അമ്മയുടെ സഹോദരൻ്റെ മകനായതിനാൽ വീട്ടിലവന് സർവ്വ സ്വാതന്ത്ര്യമാണ്. പലപ്പോഴും രാത്രി അവൻ കുടിച്ചുകൊണ്ട് വീട്ടിൽ കയറി വരും. അച്ഛന് മുൻപിൽ അവൻ വളരെ നല്ലവനാണ്. പക്ഷെ അമ്മയ്ക്ക് അവനെ നന്നായിട്ടറിയാം. എങ്കിലും അവൻ എന്ത് ചെയ്താലും അമ്മ അവന് മൗനാനുവാദം കൊടുക്കും. ഒരിക്കൽ കുളി കഴിഞ്ഞ് ഡോറ് ചാരിയിട്ട് ഡ്രസ്സ് മാറിക്കൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു പിന്നാലെ വന്നവൻ ഇറക്കി പിടിച്ചത്. പേടിച്ച് നിലവിളിക്കും മുൻപേ വായ പൊത്തിപ്പിടിച്ച് ബെഡിൽ തള്ളിയിട്ടു.
മിണ്ടരുത്. മിണ്ടിയ അപ്പുറത്തെ മുറിയിലുള്ള നിന്റെ അനിയത്തി കൂടി എൻ്റെ കാൽക്കൽ വരും. വരുത്തും ഞാൻ. നിനക്ക് കാണണോ? വന്യമായ ചിരിയോടെ പറയുന്നവനെ ഭയന്നു നോക്കാനേ കഴിഞ്ഞുള്ളൂ. സാരി വാരി ചുറ്റി എങ്ങനെയോ പുറത്തേക്കോടി. ദേവിയുടെ മുറിയിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ട് ഊർന്നിറങ്ങി പൊട്ടിക്കരഞ്ഞു. പിന്നീടാണ് ഓർത്തത്, അച്ഛനും അമ്മയും കല്യാണ വീട്ടിൽ പാർട്ടിക്ക് പോയിരിക്കുകയായിരുന്നു. വീട്ടിൽ താനും ദേവിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ദേവി, അവൾ എവിടെ? പകപ്പോടെ എഴുന്നേറ്റ് ഡോറ് തുറന്ന് പുറത്തേക്ക് പോയപ്പോൾ കണ്ടു ദേവിയുടെ കയ്യിൽ പിടിച്ച് എന്തൊക്കെയോ പറയുന്ന ആര്യനെ. തന്നെ നോക്കി ക്രൂരമായ ഒരു ചിരിയും. അരുതെന്ന് കണ്ണുകൾ കൊണ്ട് യാചിച്ചു. ആര്യൻ പോയി കഴിഞ്ഞപ്പോൾ ദേവിയോട് എല്ലാം പറയാമെന്ന് വിചാരിച്ചു. പറഞ്ഞപ്പോൾ അവളുടെ മറുപടിയാണ് തന്നെ ഞെട്ടിച്ചത്. ചേച്ചിക്കിതെന്താ? ആര്യൻ ചേട്ടൻ എന്ത് സ്നേഹത്തോടെയാണ് ഇടപെടുന്നത്. അച്ഛനും അമ്മയും ആര്യൻ ചേട്ടനെ നമ്മളെ നോക്കാൻ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് ഏട്ടൻ വന്നത്. പക്ഷെ ചേച്ചി എന്തോ തെറ്റിദ്ധരിച്ചെന്ന് പറഞ്ഞ് സങ്കടത്തോടെയാണ് ചേട്ടൻ പോയത്. താൻ ഞെട്ടിപ്പോയിരുന്നു അവളുടെ മറുപടിയിൽ. അയാൾ എന്ത് വിദഗ്ധമായിട്ടാണ് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്. പിന്നീട് അവളോടൊന്നും പറഞ്ഞില്ല. രാത്രിയിൽ ജനാലയിൽ വന്ന് മുട്ടുന്നതും വന്നിട്ട് പോകാതെ അവിടെ തന്നെ കിടക്കുകയും ചെയ്യും. എല്ലാവരും ഉറങ്ങിയതിന് ശേഷം കതകിൽ മുട്ടും. പക്ഷേ താൻ തുറക്കില്ല. തുറന്നാൽ അയാൾ എന്ത് ക്രൂരതയും കാണിക്കും. പിടിക്കപ്പെട്ടാൽ പോലും തൻ്റെ തലയിൽ വെച്ച് കെട്ടി അയാൾ സമർത്ഥമായി രക്ഷപ്പെടും. കുറച്ചു നേരം മുട്ടിയിട്ട് പോകും. പിന്നെ ശല്യം ഉണ്ടാകില്ല. അങ്ങനെ ഒരിക്കൽ PSCയുടെ എക്സാം എഴുതാൻ കിട്ടിയത് ഒത്തിരി ദൂരെയുള്ളൊരു സ്കൂളിലായിരുന്നു. അച്ഛൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ആര്യൻ വരുന്നത്. നെഞ്ചിലൊരു വെള്ളിടി വെട്ടി. പതിവിന് വിപരീതമായി കാറിലായിരുന്നു വന്നത്. ഇത്രയും ദൂരം അമ്മാവൻ അവളെ കൊണ്ടുപോകണ്ട, അതിന് ഞാനുണ്ടല്ലോ, ഞാൻ കൊണ്ടുപോയിക്കോളാം. ആര്യൻ പറഞ്ഞപ്പോൾ അച്ഛൻ ചിരിയോടെ സമ്മതം കൊടുത്തു. ഒരുപാട് എതിർത്ത് നോക്കിയെങ്കിലും അയാൾക്കൊപ്പം പോകേണ്ടി വന്നു. വിറച്ച് ദേഹമാകെ മരവിച്ചു പോയ അവസ്ഥയായിരുന്നു. പക്ഷെ സ്കൂളിലെത്തുന്നതുവരെ ആര്യൻ്റെ ഭാഗത്തുനിന്നും യാതൊരു ശല്യവും ഉണ്ടായില്ല. ഒരു കണക്കിന് ആശ്വാസം തോന്നി. 1.5 മണിക്കൂർ യാത്രയുണ്ട്. നീ ആ ബുക്കെടുത്ത് പഠിച്ചതൊക്കെ ഒന്നുകൂടി നോക്ക്. ഗൗരവത്തോടെ പറയുന്നവനെ മിഴിച്ചു നോക്കാനേ സാധിച്ചുള്ളൂ. എക്സാം നല്ല രീതിയിൽ എഴുതി ആത്മവിശ്വാസത്തോടെയാണ് പുറത്തേക്ക് വന്നത്. കാറിൻ്റെ അടുത്തെത്തിയപ്പോൾ സീറ്റ് പിന്നിലേക്ക് ചായച്ച് തലയ്ക്ക് പിറകിൽ കൈവച്ച് കിടക്കുകയാണ് ആര്യൻ. ക്ലാസ്സിൽ മുട്ടിയപ്പോൾ കണ്ണു തുറന്ന് നേരെയിരുന്നു. കുപ്പിയിലിരുന്ന വെള്ളവും എടുത്ത് പുറത്തേക്കിറങ്ങി മുഖം കഴുകി. നിനക്ക് വിശക്കുന്നില്ലേ? ഒന്ന് മൂളി അവനെ നോക്കി. കാറിൽ കയറിയിരിക്കുമ്പോഴും ആര്യൻ്റെ സ്വഭാവത്തിലെ മാറ്റവും ആലോചിക്കുകയായിരുന്നു താൻ. രാത്രിയിൽ ആരുടെയോ മുക്കലും മൂളലും കേട്ടാണ് ധനൻ കണ്ണു തുറന്നത്. അവൻ ആ സോഫയിൽ തന്നെ കിടന്നുറങ്ങിപ്പോയിരുന്നു. ഗൗരിയുടെ മുറിയിൽ നിന്നായിരുന്നു ശബ്ദം കേട്ടത്. അവൻ ചെന്ന് നോക്കുമ്പോൾ അവൾ പനിച്ചു വിറയ്ക്കുകയായിരുന്നു. കൃഷ്ണ, അവൻ അവളുടെ നെറ്റിയിൽ കൈവച്ചു. പൊള്ളുന്ന പനിയായിരുന്നു.